ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുട്ടനാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പേരിലേ ഉണ്ട് ഒരു കുട്ടനാടൻ, നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം കുട്ടനാടൻ ബീഫ് റോസ്റ്റ് നല്ല കിഡിലൻ ടേസ്റ്റാണ്, കണ്ടാലേ അറിയാം. മാത്രമല്ല നമ്മൾ സാധാരണ ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലാണത് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പലരും ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് വേണ്ടി ഞാൻ മസാലപ്പൊടികൾ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ മീറ്റ് മസാല, മല്ലിപ്പൊടി. മീറ്റ് മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മീറ്റ് മസാല നിർബന്ധമല്ല. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. ഒരു അരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3/4 കപ്പൊക്കെ വേണം. അത് ഞാൻ അരിഞ്ഞു വെച്ചതാണ് ആദ്യം തന്നെ. ബീഫ് 1 കിലോ ആണുള്ളത്. 1 കിലോ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് ഇതിൽ ശരിക്കും ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരുപാട് വെളിച്ചെണ്ണ ഇതിൽ യൂസ് ചെയ്യണില്ല. ഇപ്പോൾ 2 ടീസ്പൂൺ, പിന്നെ അവസാനം 2 ടീസ്പൂൺ. ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി 4-5 പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ പീസാക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്ക് അരയ്ക്കാനുള്ളതാണ്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഞാൻ കുറച്ച് വലിയതാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലും യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. ഒരു വലിയ സവാള, 1 കിലോ ബീഫിലേക്ക് ഒരു വലിയ സവാള ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല, സ്ലൈസ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അരയ്ക്കുക ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിലേക്ക് ഇനി ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുവിധം വഴന്ന് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാൽ പോലെ എല്ലാം ഒന്ന് റോസ്റ്റായിട്ട് തന്നെ വരണം. കറിവേപ്പിലേക്കൊന്ന് വേവായി വരട്ടെ, ഒന്നങ്ങ് ഫ്രൈ പോലെ ആയി വരട്ടെ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴും ഇങ്ങനെ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നല്ലത്. മസാലപ്പൊടികളെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. ഓരോന്നോരോന്നായിട്ട് ഇടുമ്പം ആദ്യമൊക്കെ ഇട്ടതിന് മൂപ്പ് കൂടും, മറ്റതിന് മൂപ്പ് കുറയും ചെയ്യും. അപ്പോൾ അത് വേണ്ട. അത് ഈ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ആ ചൂടിൽ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കുക, അപ്പോൾ ആ പൊടിയില്ല റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറും. ഞാനിപ്പോൾ അത് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി. ഇനി ഇത് അരയ്ക്കുമ്പോൾ ഞാൻ വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി ചേർക്കുന്നില്ല ഈ റോസ്റ്റിൽ, അതിന് പകരം പുളിക്ക് വേണ്ടി നമ്മൾ വിനാഗിരിയാണ്. തക്കാളിനേക്കാളും ടേസ്റ്റ് വിനാഗിരിയാണ്. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. ഇനി നമ്മൾ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച്, ഇപ്പോൾ ഈ അരച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അരച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം, നിർബന്ധമായിട്ടും ബീഫിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുന്ന വീഡിയോ മിസ്സായതാണ്, വീഡിയോ ഇതിൽ കാണുന്നില്ല. നമ്മൾ അരച്ചത് നന്നായിട്ട് അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു. ഒരു വിസിൽ വന്നു. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3/4 വേവേ ആവാൻ പാടുള്ളൂ, കംപ്ലീറ്റ് വേവരുത്. ഇനി നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തുണ്ട്, പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യണം, നമുക്ക് കടിക്കാനൊന്നും കിട്ടാത്ത രീതിയിൽ ചോപ്പ് ചെയ്യണം. അതുപോലെ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചതുണ്ട്, കറിവേപ്പില. ഇത്രയാണുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞു ഒരു 3/4 കപ്പ് ചുവന്നുള്ളി ഉണ്ട്. നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന പാത്രം തന്നെ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ആദ്യം തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. കുട്ടനാടൻ ബീഫ് റോസ്റ്റ് ആകുമ്പോൾ തേങ്ങാക്കൊത്ത് നിർബന്ധമാണ്, മാത്രമല്ല അത് നല്ല ടേസ്റ്റുമാണ്.
കിട്ടില്ലെങ്കിൽ പിന്നെ ഇഷ്ടമല്ലെങ്കിലോ അല്ലെങ്കിൽ അതിപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ തേങ്ങാക്കൊത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒഴിവാക്കാം, എങ്കിലും അത് ടേസ്റ്റാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബീഫ് ഞാൻ തൊട്ടിപ്പുറത്തെ സ്റ്റൗവിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്കിത് ശരിയാക്കി എടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയും കുറച്ചൊന്ന് സമയം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം അത് ഒരുപാട് അങ്ങ് വേവേണ്ട ആവശ്യമില്ല, റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളിയൊക്കെ നായതിന് ശേഷം പിന്നെ ലാസ്റ്റാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കുള്ള പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇനിയാണ് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി അരിഞ്ഞതാണ്. ചുവന്നുള്ളി തന്നെ വേണം. ഇതിന് പകരം സവാള എടുത്തു കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ തൊലി കളയാനൊക്കെ മടിയുണ്ടെങ്കിൽ സവാള എടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. പക്ഷേ ചുവന്നുള്ളി തന്നെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ ഉള്ളിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഇതിന് കിട്ടുക. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ ഞാൻ ബീഫ് വെച്ചിരുന്നത്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് പോകരുത്. കാരണം നമുക്ക് ഇനി ഈ കൂട്ടിൽ കിടന്നിട്ട് ബീഫ് ഒന്നുകൂടി വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പകുതി മുക്കാൽ വേവ് മാത്രമേ ആവാൻ പാടുള്ളൂ. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൊടിഞ്ഞു പോവത്. ഇപ്പം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരച്ചിട്ടുള്ള മസാല ബീഫിൽ പുരട്ടിയിട്ടാണ് വേവിച്ചത്. പക്ഷേ ആ വീഡിയോ മിസ്സായതാണ്. ഞാൻ ആ അരപ്പൊക്കെ അതിലേക്ക് ചേർക്കുന്ന വീഡിയോ മിസ്സായതാണ്. അതിൽ ഒന്നുമില്ല, അരച്ചിട്ട് ആ ബീഫിലേക്ക് ചേർക്കുക, അതിൽ ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിരുന്നില്ല. അരപ്പ് ആ മിക്സിയിൽ അരച്ച് വെച്ചത് നിങ്ങൾ കണ്ടതാണ്. അത് ചേർത്ത് കുഴച്ചിട്ട് അങ്ങ് വെച്ച് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷേ ബീഫിൽ നിന്ന് ഒരുപാട് വെള്ളം അങ്ങനെ ഇറങ്ങി വന്നു. ഇനി നമ്മളതെല്ലാം വറ്റിച്ചെടുക്കണം. ഈ വറ്റിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഈ ബീഫ് നന്നായിട്ട് വീണ്ടും വേവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഒരുപാട് സമയം വെച്ച് വേവിക്കേണ്ട പറഞ്ഞത്. പിന്നെ മാത്രമല്ല, കുക്കറിൽ വെക്കുമ്പോൾ ഒരുപാട് വേവിക്കാതിരിക്കുകയാണ് നല്ലത്. പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവും. അപ്പം നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇത് വേണ്ടത്. കുറച്ചൊരു ഡാർക്ക് കളറായിട്ട് വരണം. അത്യാവശ്യം ബീഫ് ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് വന്നാൽ തന്നെ വല്ലാത്തൊരു ടേസ്റ്റാണ്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം. വെള്ളം വറ്റിച്ചെടുക്കണം. സെയിം ടൈം അത് വേവും കൂടി വേണം. നമ്മൾ കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ റോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ അരപ്പിലും കറിവേപ്പില ഇട്ടു. വീണ്ടും നമ്മൾ അവസാനം കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് കറിവേപ്പിലയൊന്നും ഇതിൽ കാണൂല. നമ്മൾ അരച്ചപ്പോൾ പിന്നെ അത് അരിഞ്ഞു പോയി. പിന്നെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചപ്പോൾ കറിവേപ്പില ഇട്ടു. അതും ഇപ്പോൾ ഇതിൽ കാണാനൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇട്ട കറിവേപ്പില മാത്രമേ ഇതിൽ കാണാനുണ്ടാവുള്ളൂ. ഏറ്റവും അവസാനം ഇത് പ്രിപ്പയർ ചെയ്ത് റെഡിയായി എടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ ആയിട്ട് നമ്മൾ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടണം. അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. അത് ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. അത് മറക്കാതെ തന്നെ ഇട്ട് കൊടുക്കണം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നത്. അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വരട്ടി എടുത്ത് ആ കളറാക്കി എടുക്കണം. ശരിക്ക് പണ്ട് കാലങ്ങളിലൊക്കെ വെച്ചാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വിറകടുപ്പിൽ വെച്ച് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ അങ്ങനെ ചട്ടുകൊന്നുമില്ലാതെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റെഡിയായി. ഞാൻ സെർവ് ചെയ്യാണ്.
ശരിക്കും ഈ തേങ്ങാക്കൊത്തും അതുപോലെ നമ്മൾ വിനീഗർ ഒഴിച്ചതിൻ്റെ ഒരു പുളിയും എല്ലാം കൂടി നല്ല കിഡിലൻ ബീഫ് റോസ്റ്റാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ ലാസ്റ്റ് ഇട്ട കറിവേപ്പില മാത്രമേ ഇതിലിങ്ങനെ കാണാനുള്ളൂ. ബാക്കിയെല്ലാം അതിലങ്ങ് അലിഞ്ഞു പോയി. പിന്നെ തേങ്ങാക്കൊത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അത് വല്ലാത്തൊരു ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. Thank you.